ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ ഇറങ്ങി നടക്കാണ്. ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോൾ കുടുംബോൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് രാവിലെ കുറേ സമയമുണ്ട്. ഉച്ച വരെ 1:30 ഒക്കെ കഴിഞ്ഞല്ലേ മോൾ എത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ലഞ്ച് മേക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ തീർക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഈ ബാക്ക് യാർഡ് നിൽക്കുക. നമ്മുടെ സീസൺഡ് ആയിട്ടുള്ളതും സീസൺ ചെയ്യാനുള്ളതും ബാക്കിയുണ്ട്. ആ ജോലിയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ലഞ്ച് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റേറിയൻ ലഞ്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചെറിയ ചെറിയ പരിപാടികൾ. അപ്പോൾ ഗ്യാസ് ലാഭിക്കുന്ന രീതിയിലുള്ളൊരു കുക്കിങ്ങാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. കുക്കറൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങാം. യെസ്, ഇന്ന് കുറച്ച് പച്ചക്കറികൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. മുരിങ്ങയൊക്കെ ഒരുപാടുണ്ടായിരുന്നു, കുറേയൊക്കെ പറിച്ചു. ഇന്നത്തേക്കും കൂടി പറിക്കാവുന്ന ഡിസ്റ്റൻസിലാണ്. കുറേ പറിച്ചു. ചില ദിവസം മുരിങ്ങയ്ക്ക മാത്രമുള്ള തോരനൊക്കെയാണ് ഇവിടെ. ചക്കക്കുരു ഒന്നും വേണ്ട, ഇത് കുറച്ച് ചെറുതാ. അയ്യോ, നോക്കട്ടെ. ഇതൊക്കെ ഓർഗാനിക്കാണ്. നമ്മൾ ഒരു വളവും കൊടുക്കുന്നില്ലല്ലോ. ഇനി വെള്ളം വേണ്ട, വേറൊന്നും വേണ്ട. തൽക്കാലം ആവശ്യം. ഓക്കെ, ഇനി പോകുന്ന വഴിക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ആ സൈഡിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് പറിക്കാൻ പറ്റില്ല, അത് മുറ്റിപ്പോയി, വലുതായി. മോളീസ് ഗാർഡനിൽ നിന്ന് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് വലിയ വേറെ പച്ചക്കറി മതിയില്ല. നമ്മുടെ പുതിന കുറച്ചെടുക്കാം. ഇവിടെ ബോയിച്ചേട്ടന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പുതിന ചമ്മന്തി. ലഞ്ചിന് ചോറിൻ്റെ കൂടെ കൊടുക്കാൻ ഇഷ്ടമാണ്. അത് കുറച്ചെടുത്തിട്ട് പോവാം. ഇത് നോക്കി നിറയെ ഉണ്ട്. 2 സെറ്റ് ഈ ചട്ടിയിലും ഒക്കെ നിറച്ച് നിൽക്കുന്നു. സ്വന്തമായിട്ട് വളർന്ന് മുകളിലോട്ട് വന്നോളും വീണ്ടും വീണ്ടും. ആ തണ്ടവിടെ ഞാൻ സത്യത എന്നോട് ആരൊക്കെയോ ചോദിച്ചു, ഇതെങ്ങനെയാണ് ചേച്ചി ഇത് ഇത്ര നന്നായിട്ട് വളരുന്നത്. ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല, ഒരു വളവും ഇല്ല, ഒരു കഞ്ഞിവെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്തോ ഭാഗ്യം, പാവം പുതിന നന്നായിട്ട് നമുക്ക് തരുന്നുണ്ട് കാര്യങ്ങൾ. ഇതൊക്കെ എന്ത് വലിയ ഇല നോക്കി, ബിഗ് എലാസ്. ഓക്കെ, പുതിന ചമ്മന്തിക്കുള്ളതായി. ഇപ്പോൾ പുതിന ചമ്മന്തി ഇപ്പോൾ ഗ്യാസൊക്കെ ലാഭിക്കാനായിട്ടുള്ള കുക്കിംഗ് അല്ലേ നല്ലത്. ഇത് നോക്കൂ, അയ്യോ പഴുത്തതിനെ ആരോ കടിച്ചു തിന്നിരിക്കുന്നു. ഇത് ആർക്കാണ് കത്തിരിക്കാൻ വേണ്ടത്? ഏതോ ഒരു ബേർഡാണെന്ന് തോന്നുന്നു. ഉടങ്കൊല്ലിയൊക്കെ ചുമന്ന കളറായി പഴുത്ത് വയ്ക്കുന്നു. ഇതെല്ലാം നമുക്ക് വിത്താക്കാം. നല്ല വെയിലുള്ള സമയമാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. ഓക്കെ, നമ്മുടെ കോവല വീണ്ടും നന്നായിട്ട് കയറി വരുന്നുണ്ട്. കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലഞ്ച് മേക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് ഇന്ധനം ലാഭിക്കണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു കുറ്റി ഗ്യാസിൽ, അതായത് ഒരു മാസം ഒരു കുറ്റി ഉപയോഗിക്കുന്ന ആൾക്കാർ 2 മാസത്തേക്ക് ഒരു കുറ്റി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുക. ഇൻഡക്ഷൻ മോഡലൊക്കെ കുറച്ച് അത്യാവശ്യത്തിന് ഉപയോഗിക്കുക. പിന്നെ വിറകടുപ്പൊന്നും സിറ്റിയിൽ പാടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുക്കിംഗ്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും കുക്കറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കുക്കർ അല്ലാതെ പിന്നെ ചമ്മന്തി പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുതിന ചമ്മന്തി ഉണ്ടാക്കാൻ പോകണു. അത് മനസ്സിലായല്ലോ, പുതിന എടുത്ത്. പിന്നെ മുരിങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയൊക്കെയും പച്ചയത്തേക്ക് മാത്രം വെച്ചിട്ടൊരു അവിയൽ, കുക്കർ അവിയൽ ഉണ്ടാക്കാം. പിന്നെ ഒരു കുക്കർ സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ ഒരു കുമ്പളങ്ങ ഉണ്ട്, അത് വെച്ചിട്ട് ഒരു ഓലൻ പോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ കണ്ടോളൂ, ഓരോന്നോരോന്നായിട്ട് ഞാൻ അരിയാൻ പോകുള്ളൂ. ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അതായത് തടിയങ്കാന്നും പറയും. ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി ഫ്രിഡ്ജിനകത്തിരിക്കുന്നു. വെളിയിലിരുന്നു, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, കുറച്ച് ഇങ്ങനെയെല്ലാം ആയി വരുന്നു. കണ്ടില്ലേ, തണുപ്പ് കൂടിയിട്ട് ഒരു ഫ്രോസൺ സ്റ്റേറ്റിലേക്കൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഓലൻ്റെ ഒരു ചെറിയ ഫോം. ഓക്കെ, എക്സാക്റ്റ് ഓലനാണോന്ന് വെച്ചാൽ നമ്പൂതിരിമാരുടെ ഓലനൊക്കെ വയറൊന്നും ഇടാറില്ലല്ലോ. നമുക്ക് സിമ്പിൾ ഓലൻ, അതിന് ഭൂചന് ഇഷ്ടമാണ് ഓലൻ. പിന്നെ എനി ഫോം. ഇതിനി വെന്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ചുരുങ്ങുമല്ലോ. ഇത് ഫുൾ വാട്ടറാണ്, വാട്ടർ കണ്ടൻറ്റാണ് ഇത് കംപ്ലീറ്റ്. ഇതിൻ്റെ ജ്യൂസ് എടുത്ത് കുടിച്ചാൽ നല്ലതാണ് വയറിൽ. അതായത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്.
ഇപ്പം മിക്കവാറും എല്ലാ ദിവസവും സാമ്പാർ വേണം. വിഷ്ണു ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിലും ഇപ്പോൾ സാമ്പാർ വേണം. കാര്യം കൂടുതലും സാമ്പാറാണ് ഇഷ്ടം. അവന് ഇച്ചിരിയല്ലേ കഴിക്കുള്ളൂ. എങ്കിലും നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ കഴിച്ച കുമ്പളങ്ങ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഒരു മുക്കാൽ എന്താ പറയുക ഒരു മീഡിയം സൈസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഓലിന് വേണ്ടി മാറ്റി. ഇനി കുറച്ച് ഞാൻ ഈ സാമ്പാറിനകത്തേക്ക് വെള്ളരിക്കയ്ക്ക് പകരം അത് തന്നെ ചേർക്കാം. ഓക്കെ. തൊണ്ടൻ മുളക് കുറച്ച് വാടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. 3 പിന്നെ ഒരു കത്തിരിക്ക. ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു കുക്കർ സാമ്പാറാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം എളുപ്പ കുക്കിങ്ങാണ്. അധികം ഗ്യാസ് ചിലവാക്കാണ്ട് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ മുരിങ്ങയ്ക്ക കുക്കറിലായതുകൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിടേണ്ട ആവശ്യമില്ല. വിഷ്ണുവൊന്നും വെജിറ്റബിൾസൊന്നും കഴിക്കാറില്ല അതിനകത്തുനിന്ന്, പക്ഷേ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. പൂച്ചനാണെങ്കിൽ വെജിറ്റബിൾസ് എടുത്ത് കഴിക്കും. ആ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് കുറച്ച് അമരക്കയും കൂടി ഇടാം. അമരക്ക സാമ്പാറിന് ടേസ്റ്റ് കൂടും അമരക്കയും കൂടി ഇട്ടാൽ. ഞാനിതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തിട്ടായിരിക്കും കുക്കറിലേക്ക് ചേർക്കാൻ പോകണം. അമരക്കയൊക്കെ വലിയ പീസായിട്ട് കിടക്കട്ടെ. ഇതിപ്പോൾ കുക്കർ സാമ്പാറാണ് കേട്ടോ. ഇതൊരു കപ്പോളം ഓൾമോസ്റ്റ് 3/4 to 1 കപ്പ് പരിപ്പ് സാമ്പാർ പരിപ്പുണ്ട്. കഴുകി കുറച്ച് വെള്ളം കൂടി ഒരു 1/2 കപ്പ് വെള്ളം കൂടി മിക്സാണത്. ഇതിനകത്തേക്ക് അരിഞ്ഞ പച്ചക്കറികൾ, ഒരു സവാളയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ട വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ 4 മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു കായം, കട്ടക്കായമാണ്. അത് ഇത്ര ഒരു പീസ്, അതൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലൊരു തീരെ നെല്ലിക്കയിൽ ഇത്രയും കാണുന്നുണ്ടല്ലോ, അതും കൂടി ഇടുന്നു. കൊച്ചുള്ളി കൂടുതൽ ചേർത്താൽ കൂടുതൽ സ്വാദാണ്. ഒരു 7 ചേർക്കാം. 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അര മതി, അരയായാലും മതി. ഇനി കുറച്ച് വെള്ളം. ഓക്കെ. ഓൾറെഡി ഇതിനകത്തൊരു 1/4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു 2 കപ്പ് വെള്ളം. അപ്പോൾ ഏകദേശം ഒരു 3.5 കപ്പ് വെള്ളം എന്ന് പറയാം ടോട്ടൽ. 3.5 കപ്സ്. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. ഇത് നമ്മൾ ഫ്യൂവൽ സേവ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. സാമ്പാർ വേണം, പക്ഷേ ഏറ്റവും എളുപ്പത്തിലും ചെയ്യാം. നമ്മുടെ ഇന്ധനം ലാഭിക്കാം. ഇന്ധനം ലാഭിക്കാനായിട്ട് ഇത് ഒറ്റ വിസിൽ മതി. വിസിൽ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ആ തണുപ്പ് ഇച്ചിരൊന്ന് ആ ചൂട് മാറിയിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പുതിയ ചട്ടിയിലെ ആദ്യത്തെ വിഭവം കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ചെറിയൊരു ഓല്, ഒരു പച്ചമുളകും കൂടി, എരിവനുസരിച്ച് 1 2 ആകാം. നമുക്ക് അധികം എരിവ് വേണ്ട. ഒരു പച്ചമുളക് മാത്രം. ഇത് ഞാൻ പറഞ്ഞല്ലോ നിറച്ച് വെള്ളമാണ്, എങ്കിലും ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും. പുതിയ ചട്ടിയും കൂടിയല്ലേ, വേണമെങ്കിൽ വീണ്ടും ഒഴിക്കാം. അടുപ്പ് കത്തിച്ചു കൊടുത്തു. തീ ഉറച്ചിട്ടിരിക്കുവാണ്. കുറച്ചുകൂടി വേഗം അടച്ചിടാം. ആ മുളകിൻ്റെ എരിവൊക്കെ ഇറങ്ങട്ടെ. ഓലിൻ്റെ കാര്യം കണ്ടല്ലോ. ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഉപ്പിട്ടിട്ടില്ല, ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് തേങ്ങാപ്പാൽ. ഇത് 1-ാം പാലല്ല, ഇതൊരു 2-ാം പാലിൻ്റെ അയവിലെടുത്താണ്, കുഴപ്പമില്ല. അല്പസമയം കൂടി ഒന്ന് തിളയ്ക്കട്ടെ ചെറിയ തീയിൽ. രണ്ടാം പാല് പോലത്തെ പാലിൽ കിടന്ന് തിളച്ചിങ്ങനെ കുറുകി കഴിഞ്ഞു. ഒരല്പം പാലും കൂടി ഒഴിക്കുന്നു. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. കറിവേപ്പിലയും, ഫ്രഷ് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. തീ ഓഫ് ചെയ്യട്ടെ. അങ്ങനെ ഈസി ഓലൻ റെഡി. മതി, ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. കുറച്ചുകൂടി ഒന്ന് വറ്റും, കുറുകി വരെ വെച്ചിരും. ഓക്കെ, ചട്ടി ഒന്ന് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് ഓരോ കുഴപ്പമില്ല. ഇന്നൊരു സ്പെഷ്യൽ അവിയലാണ്. അതും ഏകദേശം നമുക്ക് പറയാം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കുക്കറിലിട്ടുണ്ടാക്കാവുന്ന അവിയൽ. ഇത് അരിഞ്ഞിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഇടണം, എന്നാലേ അത് കറയില്ല. കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ.
ഇതിൻ്റെ കറ കളയാൻ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ്. ഈ തോട് നല്ലതാണ്, തോടോടുകൂടി ചെയ്താലും നല്ലതാണ്. നമ്മൾ തോട് പക്ഷേ തോട് സെപ്പറേറ്റ് ചെയ്തിട്ട് കറ കളഞ്ഞിട്ട് അരിഞ്ഞ് അങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ ഇട്ടാൽ ഒരു ചെറിയ കറ ഉണ്ടാവും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഏത്തയ്ക്ക തോട് വെച്ച് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കില്ലേ. ചെറിയ അവിയൽ ഇതൊരു 3 എണ്ണം എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തുള്ളൂ, ഒന്നുകൂടി എടുക്കാം. 3 ഏത്തയ്ക്ക. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്ത് സാധാരണ അവിയലിനൊക്കെ മുറിക്കുന്ന പോലെ പീസസ് ആക്കാം. കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ടേക്കുക. കുറച്ച് നേരം ഇടുകയാണെങ്കിൽ അത് ഇതിൻ്റെ കറയെല്ലാം പോകും. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേഗം, നമുക്ക് 1 വിസിൽ മതി. ഇനി മുരിങ്ങയ്ക്കയും കൂടി അരിയും. നമ്മുടെ സ്വന്തം മുരിങ്ങയ്ക്ക. യെസ്, ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങയ്ക്ക തപ്പിപ്പോയപ്പോൾ എൻ്റെ മനസ്സിൽ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു. എന്തുണ്ടാക്കണം, 2ആയിട്ട് മുറിക്കണ്ട, കുക്കറായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഇടാം. ഈ 2 മുരിങ്ങയ്ക്കയും ഉപയോഗിക്കാം. സാധാരണ അവിയൽ ട്രിവാൻഡ്രം സ്റ്റൈലാണെങ്കിൽ ചെറിയ ഉള്ളിയുടെ ആവശ്യമില്ല. ഓക്കെ, വെളുത്തുള്ളിയും ചേർക്കാറില്ല. ജീരകം, പച്ചമുളകാണ്. ഇതിപ്പോൾ 2 പച്ചമുളകും ഒരു 1.5 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 കൊച്ചുള്ളിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചു. ഇത്രയും കൂടെ അവിയലിൻ്റെ ഒരു പാകത്തിന് അരച്ചിട്ട് വരാം. അരപ്പ് റെഡി. അവിയലിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു കുക്കർ മേടിച്ചിട്ടുണ്ട്. സൈസ് ഇങ്ങനത്തെ നോക്കിയേ, കുറച്ച് പരന്നതാണ്, ഹൈറ്റല്ല. കഴുകിയെടുത്ത് ഏത്തയ്ക്കായും 3 മുരിങ്ങയ്ക്ക എടുത്തു കേട്ടോ. 3 ഏത്തയ്ക്ക 3 മുരിങ്ങയ്ക്ക. ഇനി ഒരു അധികം പുളിയില്ലാത്ത മാങ്ങയുടെ ഒരു 1/4 ഭാഗം, അത്രയും മതി, അല്ലെങ്കിൽ ഒരുപാട് പുളിയായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഇച്ചിരി ഉപ്പും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് 1 വിസിൽ, അതും 1 വിസിൽ, അല്പം വെള്ളം, 1/2 കപ്പ് വെള്ളം. ഇനി അടയ്ക്കട്ടെ. 1 വിസിൽ മതി, അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. തീ കത്തിക്കാം. യെസ്, ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഒറ്റ വിസിലാണ്. അരപ്പ് പൊടി വെച്ചിട്ട്, അപ്പം പുളിയെല്ലാം നമ്മുടെ മാങ്ങയിൽ നിന്ന് ആവശ്യത്തിന് വെറുതെ തീ കത്തിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി. അത് കഴിഞ്ഞ് ഇളക്കാം. അപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. തൊട്ടാൽ മതി, എന്താ പറയുക, മുരിങ്ങയ്ക്കൊക്കെ 2ആയിട്ട് സ്പ്ലിറ്റായി പോകും. തീ കത്തിച്ച് കൊടുക്കാം. യെസ്, ആവി മാത്രമല്ല, ഒരു ചെറിയ തിളയും വന്നു തുടങ്ങി. ഇളക്കി കൊടുക്കാം. നമ്മുടെ അവിയലും സ്പെഷ്യൽ അവിയലാണ്, ഏത്തയ്ക്ക മുരിങ്ങയ്ക്ക അവിയൽ. റെഡി ആക്ച്വലി. ഉപ്പൊക്കെ നോക്കട്ടെ. കുക്കർ അവിയലാണ്, ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അധികം ഇന്ധനം ഒന്നും വേണ്ട. ഇച്ചിരി ഉപ്പും കൂടി ആകാം, കുറച്ച് ഉപ്പും കൂടി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഇത് ഒരുപാട് സ്പൈസി ആയിട്ടല്ല ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഭൂചെണ്ണ അത് എരിവ് ഇപ്പോൾ ഇഷ്ടമല്ല. ഞാൻ 2 പച്ചമുളകേ ഉള്ളൂ. കുറച്ചുകൂടെ എരിവാണെങ്കിൽ ഒരു 3-4 പച്ചമുളക് വരാം. ഇത് ആക്ച്വലി വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഒന്ന് അടച്ചിടാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാം. വെറുതെ അടച്ചിട്ടേ ഉള്ളൂ, തീയൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്തോ വിട്ട് നല്ല അവിയലായതാ. ഇത് ബാക്കി വെജിറ്റബിൾസ് കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞു. അടിപൊളി അവിയൽ റെഡി. ഇത് ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോകുന്നു. ഉപ്പ് നോക്കട്ടെ, ഉപ്പും പുളിയൊക്കെ ഓൾ പെർഫെക്റ്റ്. ഇനി നമ്മുടെ പുതിനയെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഫ്രഷ് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഫ്രഷ് പുതിന. സ്വന്തം പച്ചക്കറികളും ഇലകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്.
ദിസ് ഓർഗാനിക്. ഭയങ്കര ഇഷ്ടമാണ് പൂജന് പുതിന ചമ്മന്തി. തേങ്ങ അരച്ചിട്ട്, ഇനി തേങ്ങ അരയ്ക്കാതെ വെറുതെ അരച്ച് കൊടുത്താലും ഇഷ്ടമാണ്. ഇത് അരിഞ്ഞ് വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് തോന്നുന്നത് കൂടുതലാണ്. എല്ലാം കൂടി ഇപ്പോൾ ഒരു എൻ്റെ കൈ നിറച്ചുള്ളൊരു പിടി. പിന്നെ ഇപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റി. രണ്ടും ചെറുതായിട്ടൊന്ന് കഷ്ണം സ്പ്ലിറ്റായിപ്പോയി. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയ പീസസ് ആക്കി വെച്ചു. ഇതും കൂടി ചേർത്ത് അരയ്ക്കാമല്ലോ. ആദ്യം തേങ്ങ ഒന്ന് ചതച്ചിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇത്രയും ഓക്കെ. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളകും ഒരല്പം പുളിയും, ഓക്കെ, അല്പം പുളിയും ഉപ്പും കൊച്ചുള്ളിയും. ഇത് വലിയ കൊച്ചുള്ളി ആയതുകൊണ്ട് 2 എണ്ണം. ഓക്കെ, ഒരു പച്ചമുളക് ഇത്. പിന്നെ ഈ തേങ്ങ ഒന്ന് ചതയ്ക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ മിക്സിയുടെ ഇതിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചതഞ്ഞ് വരും. പിന്നെ ഇതെല്ലാം ചേർക്കും. ഇത് ലാസ്റ്റ് ചേർത്താൽ മതി. ഇച്ചിരി ഉപ്പും പുളിയും കൂടി ചേർക്കും. പുളി വളരെ കുറച്ച് മതി. അതുപോലെ ഉപ്പും അരഞ്ഞ് വരുമ്പോൾ കൂടാൻ പാടില്ലല്ലോ. കുറച്ചുപ്പ്. പുതിന ചമ്മന്തി ഒന്ന് അരച്ചെടുത്താലോ. അരച്ചെടുത്തേച്ച് വരാം. അപ്പോൾ പുതിന ഇലയും പച്ചമുളക് 1 എണ്ണം 2ആയിട്ട് ഞാൻ മുറിച്ചിട്ട്, പിന്നെ തേങ്ങ അടിച്ച് അത് ആ കഷ്ണങ്ങളൊക്കെ മാറി, ഉള്ളി, ഉപ്പ്, ചെറിയൊരു കഷ്ണം പുളി, ഇത്രേ ഉള്ളൂ. അരയ്ക്കാം. അങ്ങനെ നമ്മുടെ പുതിന ചമ്മന്തി ഈസ് റെഡി. ഇത്രയും കിട്ടി. യെസ്. സാമ്പാർ ഒരു വിസിലടിച്ചു, തീ ഓഫ് ചെയ്തു. ഞാൻ അടച്ച് അതിൻ്റെ ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. കഴിഞ്ഞു. ഇനി വീണ്ടും അടുപ്പ് കത്തിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ലാസ്റ്റ് പോർഷൻ. ഇതൊരു ചെറിയ സ്പൂണാണ്. ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരുപാട് സ്പൈസി അല്ല. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇടേണ്ട ആവശ്യമുള്ളൂ. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. കായം ഓൾറെഡി കഷ്ണം ഇട്ട് കഴിഞ്ഞു. ഇച്ചിരി ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടി ലാസ്റ്റ് നമ്മൾ താളിക്കുമ്പോൾ കൂടി ചേർക്കും എക്സ്ട്രാ. ഇനി ഇച്ചിരി പുളി ഒഴിക്കണം. പുളി ഇച്ചിരി പിഴിഞ്ഞൊഴിക്കാം. ഉപ്പ് കുറച്ചും കൂടി വേണം. പുളിയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ നന്നായിട്ട്. സാമ്പാറിൻ്റെ അരി ഏതാണ്ട് റെഡി. ഇനി താളിച്ചിട്ടാൽ മതി. സാമ്പാറിന് തീ ഓഫ് ചെയ്തിട്ടിരിക്കുവാണേ. ഇനി കുറച്ച് മല്ലിയില നിറച്ചിട്ട് കിടക്കട്ടെ. ഇനി താളിക്കാം. ഓക്കെ, നല്ല മണം ഓൾറെഡി ഉണ്ട്. താളിച്ച് കഴിയുമ്പോൾ ഡബിൾ. അപ്പോൾ പുളി ഇട്ടിട്ട് കുറച്ച് തിളപ്പിക്കണം. ഇനി നമുക്ക് താളിക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണ. ഇത് സാമ്പാറിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ കടുകിടാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ മുളകിൻ്റെ കുറച്ച് വാടിയതാണ്. ഇനി കുറച്ച് ഉലുവാപ്പൊടി. ഇത് കുറച്ച് തരിതരപ്പായിട്ട് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. ഞാൻ വളരെ തീ കുറച്ച് വെച്ചിരിക്കുവാണ്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് 1/2 ടീസ്പൂൺ. മണം. സൂപ്പർ സാമ്പാർ റെഡി. നല്ല കുറുക്കിയ സാമ്പാറാണ്. ഇരിക്കുന്നോറും കുറുകും. നൈസ്. സാമ്പാർ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിരുന്ന് ഒന്നുകൂടി ഒന്ന് കുറുകും. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചാറ് ഉണ്ടാക്കേണ്ടത്. ആദ്യമേ തന്നെ നോക്കിയേ. വാവ്. അപ്പോൾ കറികളെല്ലാം റെഡി. ചോറ് റെഡി. ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് വേർത്തു. കാര്യം ഇന്ന് ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു തോന്നുന്നു. കാസറോളിലേക്ക് മാറ്റിയത് കൊണ്ട് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. ചെമ്പാവരി ചോറാണ്. വൈറ്റ് റൈസ് സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കുന്നുണ്ട്, അത് വേറെയാണ്. ഇത് സാമ്പാർ,
വാവ്, ദിസ് ഇസ് അവർ ഓലൻ, സിമ്പിൾ ഓലൻ. അവിയൽ അത്യാവശ്യം നല്ല കുഴഞ്ഞ് നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നു. നല്ല പച്ച വെളിച്ചെണ്ണയുടെ മണമാണ്. ഇത് നമ്മുടെ പുതിന ചട്നി. അപ്പോൾ ഇന്നത്തെ മെനു ഇതാണ്. ഇന്നത്തെ പ്യുവർ വെജിറ്റേറിയൻ മെനുവാണ്. ഇതിലിനിയിപ്പോൾ വേണമെങ്കിൽ മുട്ട ഓംലെറ്റോ അല്ലെങ്കിൽ എന്താ ചിക്കനോ ഫിഷോ ഒക്കെ വേണമെന്നുള്ളവർക്കാവാം. പക്ഷെ നമ്മളിപ്പോൾ ഇതെല്ലാം തന്നെ ഫ്യൂവൽ സേവിങ്സ് ടെക്നോളജി തന്നെ ചെയ്തത്. അവിയലാണെങ്കിലും സാമ്പാറാണെങ്കിലും സാമ്പാർ, കുക്കർ അവിയൽ, ഓലൻ്റെ ജസ്റ്റ് അത് ഒരു വിസിൽ മതി. കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ട് കുക്കറിൽ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്നാക്കിയാൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് അധികം നേരം അടുപ്പിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ എടുക്കാം. വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു പരിപാടിയില്ല. ചമ്മന്തിയാണെങ്കിൽ പിന്നെ ഫ്യൂവൽ വേണ്ടല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഞാൻ വളരെ കുറച്ച് ഫ്യൂവൽ മാത്രം ഉപയോഗിച്ചു. പിന്നെ റൈസിൻ്റെ കാര്യം, റൈസ് നമ്മൾ ചൊമ്പാവരി ആണെങ്കിലും ഈ ചാക്സൻ്റെ പോലത്തെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതും ഫ്യൂവൽ സേവിങ് ആണ്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് അതിനകത്ത് വെച്ച് അടച്ച് വെച്ചാൽ അത് തലേദിവസം രാത്രി വേണമെങ്കിൽ ചെയ്യാം, രാവിലെ വേണമെങ്കിൽ. ഉച്ചക്കലത്തേക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ജോലിയായിട്ട് ചെയ്താലും മതി. അത് കറക്റ്റ് വെന്തിരിക്കും. അതല്ല വൈറ്റ് റൈസൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കാം. ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മാക്സിമം. പൊന്നിയരിയോ അങ്ങനത്തെ ബാസ്മതി റൈസോ ഒക്കെ ആണെങ്കിൽ വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. ഉണ്ണാൻ എത്തിയിട്ടില്ല. പുടുമോള് സ്കൂളിൽ പോകുന്ന സമയമാണെന്ന് അറിയാമല്ലോ. ഉച്ചയ്ക്ക് പുടുവിനെ വിളിക്കാൻ പോയിരിക്കുകയാണ്. പൂച്ചേട്ടനും പിന്നെ വിഷ്ണു കൂടി. അനുക്കുട്ടി വേറെ റിസൾട്ടോട്ട് പോയിരിക്കണം അത്യാവശ്യമായിട്ട്. എല്ലാവരും വരട്ടെ. ഇന്ന് അവർക്ക് ഗ്രീൻ കളറിലെ ടീഷർട്ട് ഇടുന്നതാണ് ഇന്നത്തെ ഇൻസ്ട്രക്ഷൻ. ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. രാവിലെ തളർന്നു ഓക്കെ. അമ്മാമ ഇസ് ഗോയിങ് ടു അമ്മി അമ്മി ഇതേ മക്കളെ. വാവ്, നൈസ് നൈസ്. അപ്പൂപ്പനും മോളും അല്ലേ. നൈസ് റൈസ്. Yeah, sambar. Yes, side. It's hot. Careful, okay. Ho 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 ho. ഓ മതി 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 ഊതിയത്. അയ്യോ 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 വല്ല കാര്യമുണ്ടോ? അവൻ നോക്കി കാണിച്ചത് ചൂട് എടുത്ത് വെച്ചു. പോടോ ഓട്ടറിടുവേ. സൂപ്പർ പീസസ്. ഇന്നത്തെ സാമ്പാറിൽ സാമ്പാർ തരാം മോനെ. യാ ലിറ്റിൽ സാമ്പാർ പുടു. ചൂടാണ്. ഇറ്റ്സ് ഹോട്ട്. ഡോണ്ട് ടച്ച്. അതന്നെ ചൂട്. ഇറ്റ്സ് ഹോട്ട്. ഓ പിന്നെ പുടു, യു ലൈക്ക് ദിസ് ഓൾസോ? തമ്മനെ എല്ലാം കുറച്ച് കുറച്ച് വെച്ച് തരാം. ഓക്കെ, അഭി വരും. പുതിന eat this. വിഷ്ണുവിന് വിശപ്പായിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ്. വാട്ട് കം? അമ്മ എടുത്ത് തരട്ടെ? ഇറ്റ്സ് വെരി വെരി ഹോട്ട് ബേബി. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഇപ്പം ശരിയാക്കാം. നൈസ് നൈസ്. കുഞ്ഞ് കൈയെല്ലാം കഴുകി അല്ലേ? ഓക്കെ. ശാമ്പാ നൗ ഇറ്റ്സ് ഓക്കെ. കൊള്ളാമോ? യമ്മി? യാ, ഗുഡ്, നൈസ്. യു ലൈക്ക് ഇറ്റ്? നൈസ്. ഓ ഇഷ്ടപ്പെട്ടു. ഭാഗ്യം. അങ്ങനെ പുടുവിൻ്റെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വലി പറഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങളെ ഉറക്കണം എന്നാണ് ഉച്ചയ്ക്ക് ശേഷം. പക്ഷെ ഇവിടെ ഒരാൾക്ക് ഉറക്കമൊന്നുമില്ല. കമ്മിയാ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യുന്നു. ഒരു ആപ്പിൾ ജ്യൂസും ഒക്കെ കുടിച്ചു. TV ടൈമാണിപ്പോൾ. കം കുറച്ച് സ്ക്രീൻ ടൈമല്ലേ ഇപ്പോൾ പറഞ്ഞല്ലോ. ഓക്കെ, വിൽ ഗെറ്റ് കേക്ക്. യെസ്, കം സിറ്റ് ഹിയർ. അമ്മാമ ബൈ. എന്തുവാണ് ചുമ്മാ ആക്ടിങ് എങ്ങനെയാ പുടു ആക്ടിങ്? പുടു എങ്ങനെ ആക്ടിങ്? സിറ്റ് ഹിയർ ആൻഡ് ആക്ട്. എങ്ങനെ ആക്ടിങ്? സങ്കടമൊക്കെ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? സിറ്റ് ഹിയർ. ഹൗ ഡു യു ആക്ട്? സങ്കടം അങ്ങനെയാ? അമ്മാമ്മയുടെ ദേഷ്യം ഒന്ന് കാണിച്ചു. അമ്മാമ്മയ്ക്ക് ദേഷ്യം അല്ലല്ല ഇങ്ങനെ, അങ്ങനെയല്ല തിരിച്ച്. അമ്മാമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അമ്മാമ്മ എങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ ദേഷ്യമാണ്. ദേഷ്യം
പൊന്നു ചിരി വരും. ഏതായാലും കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഉറക്കമൊന്നും ഇല്ല, ചില ദിവസം മാത്രമേ ഉച്ചയ്ക്ക് ഉറങ്ങുള്ളൂ. കറങ്ങി കണക്കാണ്, കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടക്കും. ഓക്കെ, ഞങ്ങളുടെ മീ ടൈമാണ്, അമ്മാമ്മ ആൻഡ് ബേബി. ഓക്കെ, അപ്പൂപ്പ കിടന്ന് ഉറങ്ങുന്നു കുറച്ച് നേരം, ഉച്ചയ്ക്കലത്തെ ഒരു ചെറിയ ഉറക്കം. വിഷ്ണു എവിടെ പോയോ? വിഷ്ണു പുറത്തോട്ട് പോയി. അനുക്കുട്ടി ഇന്ന് കുറച്ചൊരു ഹെയർ സ്പാ ഒക്കെ ചെയ്യാം. അല്ല, ഹെയർ സ്പാ ആണ്, ഫേഷ്യൽ. ഓക്കെ, കം ബാക്ക്. പാപ്പ ഗോൺ ഔട്ട്. പാപ്പ ഓഫീസ്. അമ്മ ബുട്ടീക്ക്. അമ്മ ഈസ് ഹിയർ. അയ്യോ, ഇവിടെ ഇരിക്കും നല്ല കുട്ടി. ഇവിടെ ഹൂ ഈസ് ദ ഗുഡ് ഗേൾ? പുടു സ്കൂളിൽ പോണോ? പുടു സ്കൂളിൽ പോണോ? പുടു സ്കൂളിൽ പറഞ്ഞപ്പോൾ ഓടും. കരച്ചിൽ വിളിയാണ്. മോനെ നേരെ ഇരിക്കുക. നോക്ക്. ലെറ്റ് മീ സീ യുവർ ഫേസ്. കം ആൻഡ് സിറ്റ് ഹിയർ. നേരെ ഇരിക്കുക. കുഞ്ഞ് ഇവിടെ വന്നിരുന്നേ. അമ്മ നോക്കട്ടെ കുഞ്ഞിനെ, ഒന്ന് നോക്കട്ടെ കുഞ്ഞിനെ എങ്ങനെ ഇരിക്കുന്നത് നോക്കട്ടെ. നല്ല കുട്ടി എങ്ങനെ ഇരിക്കുന്നത്? ഗുഡ് ഗേൾ. എങ്ങനെയാണ് ഗുഡ് ഗേൾ? ഇങ്ങനെയാണോ ഗുഡ് ഗേൾ? ചിരിക്കുന്നത് എങ്ങനെയാ? സ്കൂളിൽ ആരൊക്കെയുണ്ട് ചോദിക്കട്ടെ. ടീച്ചർ, ഡിഡ് യു സീ ടീച്ചർ? മൂടിയിട്ടാ. ഓക്കെ, മതി, അത് മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കൂടെ ഒരു ടാറ്റ ബൈ പറഞ്ഞേ. ടാറ്റ ബൈ. ഇതാണ് മുടിയാട്ടം.